ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പർച്ചേസ് ബിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം, പർച്ചേസ് എൻട്രി എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നോക്കാം എങ്ങനെയാണ് പർച്ചേസ് എൻട്രി എഡിറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് പർച്ചേസ് എൻട്രി ഓപ്പൺ ചെയ്യണം. F2, ജസ്റ്റ് പ്രസ് ഓൺ F2, ദെൻ ഓൾഡ് പർച്ചേസ്. ഇവിടെയാണ് ഓൾഡ് പർച്ചേസിൽ ക്ലിക്ക് ചെയ്യുക. പ്രീവിയസ്ലി നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു ബില്ല് സെലക്ട് ചെയ്യുക. ഏത് ബില്ലാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ ബില്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ. ഇതിൽ കൂടുതൽ പ്രൊഡക്റ്റിൽ ആഡ് ചെയ്യുമോ, ഞാൻ പകുതി വെച്ച് നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് അടുത്ത് എന്തൊക്കെ പ്രൊഡക്റ്റാണോ ആഡ് ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. എത്ര ക്വാണ്ടിറ്റി ആണോ പർച്ചേസ് ചെയ്യുന്നത് അത്രയും ക്വാണ്ടിറ്റി പർച്ചേസ് നമ്പർ കൊടുക്കുക, ആഡ് ചെയ്യുക. പ്രൈസ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് കൊടുക്കുക, ക്വാണ്ടിറ്റി കൊടുക്കുക, ആഡ് ചെയ്യുക. ദെൻ അടുത്ത പ്രോഡക്റ്റ്. ഇങ്ങനെ എത്രത്തോളം പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണോ അത്രത്തോളം പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ആഡ് ചെയ്തിട്ട് സേവ് അല്ല, ഇത് ഓൾറെഡി സേവ് ചെയ്ത ബില്ലായതുകൊണ്ട് അപ്ഡേറ്റ് ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്ഡേറ്റ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണോ നിങ്ങൾക്ക് ആ പർച്ചേസ് ബില്ലിൽ ചെയ്യേണ്ടത് ആ മോഡിഫിക്കേഷൻ ചെയ്യുക. അതിനുശേഷം അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബില്ല് അപ്ഡേറ്റ് ആകും. ഇതിൽ ഓൾറെഡി സപ്ലയറിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് എക്സീഡ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാനിവിടെ പേയ്മെൻറ്റ് മോഡ് ചേഞ്ച് ചെയ്തിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇത് ക്യാഷ് മോഡ് കൊടുക്കാം. ഇവിടെ നമ്മൾ ടോട്ടൽ എമൗണ്ട് കൊടുക്കുന്നത് 2832. ഓക്കെ, എമൗണ്ട് കൊടുത്തു. അതിനുശേഷം അപ്ഡേറ്റ് ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. യെസ്, സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.